ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഹെയർ ഗ്രോത്ത് വാട്ടറാണ് കേട്ടോ. അപ്പം ഈ ഹെയർ ഗ്രോത്ത് വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഒക്കെ നമ്മുടെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കണേ. ഈ ഹെയർ ഗ്രോത്ത് വാട്ടർ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് പേരയിലയാണ് കേട്ടോ. നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ച് അതിലേക്ക് പേരയില ഇതേപോലെ ഒന്ന് പിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ സാധാരണ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഹെയർ വാട്ടർ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 2 സ്പൂണ് ഉലുവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഉലുവ നമ്മുടെ ഹെയറിനൊക്കെ എത്രത്തോളം ഗുണമുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. 2 സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ജീരകമാണ് കേട്ടോ. കരിഞ്ജീരകവും 2 സ്പൂണാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിത് 2 പേർക്ക് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കേട്ടോ എല്ലാം 2 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളൊരൊറ്റ ആൾക്കാണ് ഹെയർ ഗ്രോത്ത് വാട്ടർ ഉണ്ടാക്കുന്നതെങ്കിൽ ഒക്കെ ഓരോ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഏത് പാക്ക് ഉണ്ടാക്കുമ്പോഴും സഞ്ചും ചക്കരയ്ക്കും കൂടി കണക്കാക്കിയിട്ടാണ് ഉണ്ടാക്കാറ്. അതുകൊണ്ടാണ് 2 സ്പൂണ് ഉലുവയും 2 സ്പൂണ് കരിഞ്ജീരകവും ഒക്കെ എടുത്തത് കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് അത്യാവശ്യം വേണ്ടത് ചെമ്പരത്തി പൂവാണ്. ചെമ്പരത്തി പൂവ് നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെയർ നല്ല സിൽക്കി ആയിട്ടും ഷൈനി ആയിട്ടിരിക്കാനൊക്കെ നല്ല ഒന്നെണ്ണയാണ് കേട്ടോ ഈ ചെമ്പരത്തിപ്പൂവ്. നമ്മുടെ ഏതൊരു ഹെയർ പാക്കോ ഹെയർ വാട്ടറോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ഈ ചെമ്പരത്തിപ്പൂവ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലാണെങ്കിൽ അത് ഇഷ്ടം പോലെ ഉണ്ട് താനും. അപ്പോൾ നമ്മളത് സ്ഥിരം ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ചെമ്പരത്തിപ്പൂവ്. ഇനി ഈ ചെമ്പരത്തിപ്പൂവ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങളുടെ കൈവശമുള്ള മറ്റേതെങ്കിലും ചെമ്പരത്തിപ്പൂവ് ഉപയോഗിക്കാം കേട്ടോ. ഈ പൂവൊന്ന് വൃത്തിയാക്കി ഇതിൽ വലിയ പ്രാണികളോ ഉറുമ്പോ ഒക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഈ വെള്ളം തിളച്ച് വരുന്ന ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളതൊന്ന് പൂവ് അതിലേക്ക് ഇട്ട ശേഷം നമ്മളതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ആ പൂവ് ആ വെള്ളത്തിലങ്ങനെ പൊന്തി നിൽക്കും. അതൊന്ന് ഇളക്കി താത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ പൂവിലുള്ള ആ കളറും അതിൻ്റെ ആ ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കോളൂ കേട്ടോ. അങ്ങനെ തന്നെ പേരയില ഒന്ന് പിച്ചിട്ട് കൊടുക്കുക. പിന്നെ കരിഞ്ജീരകം ഉലുവ അതിലുള്ള ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിലേക്ക് ഒന്ന് ഒരുപാട് നേരമൊന്നും തിളപ്പിക്കേണ്ട കേട്ടോ. വെള്ളം വറ്റാനൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ആ വെള്ളത്തിൽ കിടന്ന് അങ്ങനെ അത് തണിയുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ ഒരു കളറാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഈ ചെമ്പരത്തി പൂവിൻ്റെയും പേരയുടെ ഇലേൻ്റെയും കരിഞ്ജീരകവും ഉലുവയൊക്കെ നമ്മൾ ചേർത്ത് ഈ ഒരു കളറിൽ നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് വാട്ടർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതങ്ങനെ തന്നെ തണിയാൻ വെച്ച ശേഷം നമ്മൾ അതിൽ നിന്ന് ആ ഇലയും പൂവൊക്കെ മാറ്റിയ ശേഷം അരിപ്പയിൽ അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഹെയർ ഗ്രോത്ത് വാട്ടർ. അപ്പോൾ ഇത് നമുക്കൊന്നിനി തലയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് തേക്കുന്നതെന്നൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇത് തലയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത്, കാച്ചിയതാണോ അങ്ങനെ ഏത് ഓയിലാണോ നമ്മൾ തലയിൽ തേക്കുന്നത് അത് തേച്ച് നന്നായിട്ടൊരു ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 5-10 മിനിറ്റ് നേരം നന്നായിട്ട് ഹെയറിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് തേച്ചതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമുക്ക് തലയിലൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേ നമ്മുടെ കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഓയിൽ മസാജ് കൂടി ചെയ്തതിന് ശേഷം സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് നമ്മൾ ഈ ഹെയർ ഗ്രോത്ത് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു കുപ്പിയിൽ സ്പ്രേ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് സ്കാൽപ്പുകളിലൊക്കെ ഒന്ന് നന്നായിട്ടാവുന്ന തരത്തിൽ, ഇനി ധാരനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മുടിയുടെ ഓരോ ലെയറും എടുത്ത് അങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മുടിയുടെ അറ്റത്തേക്കൊക്കെ ഒന്ന് അതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. മുടി ഇങ്ങനെ പൊട്ടി വരുന്നതിനും ഒക്കെ നല്ലതാണ് കേട്ടോ ഈ ഹെയർ ഗ്രോത്ത് വാട്ടർ. ഒറ്റ യൂസിലൊന്നും നമുക്കിതിൻ്റെ ഒരു റിസൾട്ട് കിട്ടില്ല കേട്ടോ. ഒരാഴ്ചയിൽ 2-3 തവണയൊക്കെ നമുക്ക് ഈ ഹെയർ ഗ്രോത്ത് വാട്ടർ ഉപയോഗിക്കാവുന്നതാണ്. കാരണം നമ്മളിതിലിട്ടിരിക്കുന്നത് കരിഞ്ജീരകവും ഉലുവയും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ എത്രത്തോളം നമ്മുടെ മുടിക്ക് ഗുണം ചെയ്യുന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന ഒന്ന് തന്നെയാണ്. നമ്മളങ്ങനെ നന്നായിട്ട് മുടിയിൽ ഇത് തേച്ച് പിടിപ്പിച്ച് പിന്നെ ഒരു 10-20 മിനിറ്റ് നമ്മളങ്ങനെ വെച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ കഴുകി കളയുന്നത്. ഒരു ഷാമ്പോ കാര്യമോ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ.
നല്ല സാധാ നോർമൽ വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് കഴുകി മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ആ സ്പ്രേ നമ്മുടെ മുടിയുടെ അറ്റത്തേക്കൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. മുടി ഇങ്ങനെ പൊട്ടിപ്പോരുന്നതിനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ. ഇത് മുടിയിൽ മൊത്തം സ്പ്രേ ചെയ്ത ശേഷം പിന്നെ നമ്മൾ മസാജൊന്നും ചെയ്യുന്നില്ല കേട്ടോ, മുടി കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയും വീണ്ടും കാണാം.